ജൂതന്മാരും കേരളവും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. BC 970 മുതൽ സോളമൻ ചക്രവർത്തിയുടെ വാണിജ്യ കപ്പലുകൾ കേരളത്തിലെത്തിയതു മുതൽ ആ ബന്ധം ആരംഭിക്കുന്നു. കൊടുങ്ങല്ലൂർ, പാലയൂർ, ഏഴിമല, മാള തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അവർ ആദ്യം താമസം ഉറപ്പിച്ചത്. 1685 ആസ്റ്റർഡാമിൽ നിന്നും ഒരു ജൂത പ്രതിനിധി കേരളത്തിലേക്ക് പുറപ്പെടുകയുണ്ടായി. ഇവിടുത്തെ ജൂതന്മാരെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുകയും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഡി പൈവ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പൈവ കേരളത്തിലെ എല്ലാ ജൂത കോളനികളും സന്ദർശിച്ചു. അവരുടെ ജീവിത രീതികളും ആചാര അനുഷ്ഠാനങ്ങളുമൊക്കെ വിശദമായി പഠിച്ചു. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദമായൊരു പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയുണ്ടായി. 1687 ആ റിപ്പോർട്ട് ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആസ്റ്റർഡാമിൽ നിന്നും കേരളത്തിലെത്തിയ ജൂത പ്രതിനിധിക്ക് വലിയ സ്വീകരണമാണ് അന്ന് ലഭിച്ചത്. 1686 കൊച്ചിയിലായിരുന്നു പൈവയും സംഘവും കപ്പലിറങ്ങിയത്. കേരളത്തിന്റെ മണ്ണിലിറങ്ങിയ പൈവ ഇപ്രകാരം രേഖപ്പെടുത്തി: കേരളത്തിലുള്ള എൻ്റെ സഹോദരങ്ങളെ കാണുകയും അവരോടൊത്ത് ചെലവഴിക്കുകയും ചെയ്യുക എന്നത് എൻ്റെ ജീവിതാഭിലാഷമായിരുന്നു. 1682 നവംബറിലാണ് ആ ഭാഗ്യം എനിക്ക് ലഭിച്ചത്. കൊച്ചിയിൽ എത്തിയതു മുതൽ മടങ്ങിപ്പോകുന്നതുവരെ ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹബഹുമാനങ്ങൾക്ക് അതിരില്ലായിരുന്നു. പൈവ തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി: കൊച്ചിയിലെ ജൂതന്മാരെല്ലാം ഒരേ തെരുവിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ആ തെരുവ് ജൂത തെരുവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ പിതാമഹന്മാരൊക്കെ ജീവിച്ചതുപോലെ തന്നെയായിരുന്നു കേരളത്തിലെ ജൂത സഹോദരന്മാരുടെ ജീവിതവും. കേരളത്തിലേക്കുള്ള ജൂതന്മാരുടെ കുടിയേറ്റത്തെക്കുറിച്ച് പൈവ തന്റെ പുസ്തകത്തിൽ വിശദമായി വിവരിക്കുന്നു. ഇസ്രയേൽക്കാരായ 70,000-ൽ അധികം വരുന്ന ഒരു സംഘം മലബാറിലെത്തി. ജൂതർക്ക് വളരെ നല്ല സ്വീകരണമാണ് കേരളം നൽകിയത്. ഇവിടുത്തെ ചേര രാജാവ് കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ ഒരു ഭാഗം ഇവർക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു. ജൂത നേതാവായിരുന്ന ജോസഫ് റംബാനെക്കുറിച്ച് പൈവ വിശദമായി പ്രതിപാദിക്കുന്നു. കേരളത്തിലെ രാജാക്കന്മാരും നാടുവാഴികളും ജൂതന്മാരോട് നല്ല സഹകരണമാണ് പുലർത്തിയത്. എങ്കിലും പോർട്ടുഗീസുകാരുടെ വരവോടെ ഇതിന് മാറ്റമുണ്ടായി. തങ്ങളുടെ കച്ചവട താൽപ്പര്യങ്ങൾക്ക് ജൂതന്മാർ തടസ്സമായി തീരും എന്ന് പോർട്ടുഗീസുകാർ കരുതുകയും ചെയ്തു. പോർട്ടുഗീസുകാരുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നതോടുകൂടി കൊടുങ്ങല്ലൂരിലെ ജൂതന്മാർ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോയി. അതിലൊരു വിഭാഗം കൊച്ചിയിലെത്തി. കേശവരാമവർമ്മ രാജാവിന്റെ അടുത്തെത്തി. ആ രാജാവ് തന്റെ കൊട്ടാരത്തിന് സമീപമായി ഒരു തെരുവ് അവരുടെ താമസത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു. ആ സ്ഥലത്താണ് 1567 ജൂതപ്പട്ടണവും 1568 അതിമനോഹരമായ ജൂതപ്പള്ളിയും സ്ഥാപിച്ചത്. പോർട്ടുഗീസുകാർക്ക് കൊച്ചിയിൽ സ്വാധീനം വർദ്ധിച്ച കാലത്ത് അവർ ജൂതന്മാരെ ആക്രമിക്കുവാൻ തുടങ്ങി. വ്യാപാരികളായ ജൂതന്മാരെ തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. 1622 ഡച്ചുകാർ കൊച്ചി ആക്രമിച്ചപ്പോൾ ജൂതന്മാർ ഡച്ചുകാർക്കൊപ്പം നിന്നു. ഇത് പോർട്ടുഗീസുകാരെ ക്രുദ്ധരാക്കി. അവർ ജൂത തെരുവുകളിലേക്ക് കടന്നുകയറി വലിയ നാശം വിതച്ചു. 1663 ഡച്ചുകാർ കൊച്ചി കീഴടക്കുകയുണ്ടായി. അതോടെ ജൂതന്മാരുടെ സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വന്നു. പോർട്ടുഗീസുകാർക്കെതിരെ യുദ്ധത്തിൽ തങ്ങളോടൊപ്പം നിന്ന ജൂതന്മാരെ ഡച്ചുകാർ സംരക്ഷിച്ചു. അങ്ങനെ കൊച്ചിയിൽ ഡച്ചുകാർക്ക് വലിയ സ്വാധീനം ഉണ്ടായതോടുകൂടി ജൂതന്മാരുടെ ദുരിതങ്ങൾക്ക് അവസാനമായി. അക്കാലത്ത് കൊച്ചിയിലെ വ്യാപാരങ്ങളുടെ മുൻപന്തിയിൽ ജൂതന്മാർ തന്നെയായിരുന്നു. അങ്ങനെ അവരുടെ സാമ്പത്തിക നില വളരെ മെച്ചപ്പെട്ടു. അന്ന് പല ജൂത വ്യാപാരികൾക്കും കപ്പലുകൾ ഉണ്ടായിരുന്നു. ജൂതന്മാർ തങ്ങളുടെ ചരക്കുകൾ വിദേശങ്ങളിൽ എത്തിച്ചിരുന്നതും തങ്ങൾക്ക് ആവശ്യമായ ചരക്കുകൾ കൊണ്ടുവന്നിരുന്നതും ഈ കപ്പലുകളിലായിരുന്നു. കേരളത്തിൽ ജൂതന്മാരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രാചീനമായ രേഖ ജൂതശാസനമാണ്. കൊടുങ്ങല്ലൂരിലെ ജൂത നേതാവായിരുന്ന ജോസഫ് റംബാനും അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാർക്കും ഭാസ്കര രവിവർമ്മ കുലശേഖര രാജാവ് പലതരത്തിലുള്ള സ്ഥാനമാനങ്ങൾ നൽകിയതിന്റെ രേഖയാണ് ആ ജൂതശാസനം. ചേരചോള യുദ്ധകാലത്താണ് ജൂത നേതാവിന് ഈ അധികാരങ്ങൾ നൽകിയത്. ചോളന്മാരുടെ ആക്രമണത്തെ എതിർത്തു തോൽപ്പിക്കുവാൻ സഹായം നൽകിയതിന്റെ ഉപകാരമായിരിക്കാം ഇത് നൽകിയത് എന്ന് അനുമാനിക്കാം. ജൂതശാസനത്തിലെ ചില വരികൾ ഇങ്ങനെയാണ്: സ്വസ്തി ശ്രീ രാജാധിരാജ തളമാളുന്ന ശ്രീ ഭാസ്കര രവിവർമ്മ ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് പല 100,000 കൊല്ലം രാജ്യം ഭരിക്കാനുള്ളതിൽ 36ാം ഭരണവർഷത്തിൽ മുയിരക്കോട്ട് ഇരുന്നരുളുമ്പോൾ സന്തോഷിച്ചു നൽകിയ പ്രസാദമാണ് ഈസോപ്പ് റംബാന് 5 വണ്ണവും വാഹനം വഴിയുള്ള ചുങ്കവും 5 വണ്ണ സ്ഥാനവും പകൽവിളക്ക് പാവാട മേനാവ് കുട പെരുമ്പറ കാഹളം കൊട്ടിയമ്പലം തോരണം തോരണവിധാനം ആയുധം തുടങ്ങി 72 സ്ഥാനമാനങ്ങളോടും കൂടി നാം കൊടുത്തിരിക്കുന്നു. സാമാനങ്ങൾക്കുള്ള ഉൽക്കും തുലാക്കരവും നാം വിട്ടുകൊടുത്തിരിക്കുന്നു. നഗരത്തിലുള്ള മറ്റു കുടികൾ രാജഭോഗമായി നൽകുന്നത് നൽകാതെ തന്നെ അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇവന് സ്വീകരിക്കാവുന്നതാണെന്നും നാം ചെപ്പേട് എഴുതി കൊടുത്തിരിക്കുന്നു. 5 വണ്ണ സ്ഥാനമുള്ള ഈസോപ്പ് റംബാനും അവന്റെ ആൺമക്കൾക്കും പെൺമക്കളെ കെട്ടിയ മരുമക്കൾക്കും സന്തതി പരമ്പരയ്ക്കും ലോകവും ചന്ദ്രനും ഉള്ള കാലത്തോളം 5 വണ്ണം അനന്തരാപ്പാടാണ്.
ഈ വ്യവസ്ഥകൾക്ക് വേണാട്ടിലെ ഗോവർദ്ധന മാർത്താണ്ഡനായ ഞാൻ സാക്ഷി, ഏറാൾ നാട്ടിലെ മാനവേബല മാനവീയനായ ഞാൻ സാക്ഷി, വള്ളുവനാട്ടിലെ ഇരായരൻ ചാത്തനായ ഞാൻ സാക്ഷി. ഇങ്ങനെ പോകുന്നു ജൂതശാസനത്തിലെ വരികൾ. ചുങ്കവും മറ്റു നികുതികളും പിരിച്ചെടുക്കാനുള്ള അവകാശം, ഒപ്പം പ്രത്യേക അവകാശങ്ങളും വാണിജ്യ ഗ്രാമമായ അഞ്ചുവണ്ണവും പിന്തുടർച്ചാവകാശമായി അനുവദിച്ചുകൊണ്ടാണ് ജൂതശാസനം നിലനിൽക്കുന്നത്. ജോസഫ് റംബാന് അനുവദിച്ച 72 അവകാശങ്ങളിൽ പകൽവിളക്ക്, പന്തൽ വിധാനം, പല്ലക്ക് എന്നിവയൊക്കെ ഉൾപ്പെട്ടിരുന്നു. നികുതികളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ മക്കളും പിന്മുറക്കാരും ഉള്ളിടത്തോളം കാലം ഈ ആനുകൂല്യങ്ങൾ അനുഭവിക്കാമെന്നും ശാസനത്തിൽ വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ആനപ്പുറത്ത് കയറുക, വാഹനത്തിൽ കയറുക, കപ്പം പിരിക്കുക, പകൽവിളക്ക് കൊളുത്തുക, പല്ലക്കിൽ കയറുക, പട്ടുകുട ചൂടുക, ചുങ്കം പിരിക്കുക, പരവതാനി വിരിച്ചിട്ട് നടക്കുക, പടിപ്പുര പണിയുക എന്നിവയാണ് ശാസനത്തിൽ പറയുന്ന പ്രധാന അവകാശങ്ങൾ. നൂറ്റാണ്ടുകളായി കേരളത്തിന്റെ ജീവിതവും സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് ജീവിച്ചിരുന്നവർ, കൊച്ചിയിലെയും ചേന്ദമംഗലത്തെയും ഒക്കെ ഭൂരിഭാഗം ജൂതന്മാരും ഇവിടെ നിന്നും മടങ്ങിപ്പോയി.